നല്ല ആവിയിൽ വേവിച്ചെടുത്തൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയാലോ. ഒരു നാടൻ പലഹാരം കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള പലഹാരം കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 250 ഗ്രാമോളം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ശർക്കര ഒന്ന് മെൽറ്റ് ആവുന്ന വരെയൊക്കെ നമുക്കൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്തി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് മാറുന്ന വരെയൊക്കെ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 നേന്ത്രപ്പഴം നല്ല പഴുത്തത് നോക്കിയിട്ട് എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ ശർക്കര പാനിയിൽ നിന്ന് 1/2 കപ്പ് പാനി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം. എന്നിട്ട് ആ പഴമൊക്കെ നല്ലവണ്ണം തന്നെ ഉടച്ചെടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിയിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് റവയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ബാക്കിയുള്ള ശർക്കരപ്പാനി ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് 1.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഏകദേശം ഈ കട്ടിയാവണ വരെയൊക്കെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോരുത്തർ എടുക്കണ വറുത്ത റവ വറുക്കാത്ത റവ ഏത് വേണമെങ്കിൽ എടുക്കാം. എടുക്കണതിനനുസരിച്ചിട്ടാവട്ടെ വെള്ളത്തിൻ്റെ അളവ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ തേങ്ങൻ്റെയും നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്തി കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്താദ്യം തയ്യാറാക്കാം. പിന്നെ 2 നുള്ളു ഉപ്പും ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു കേക്ക് ടിന്നോ എടുത്തിട്ട് അതിൽ നെയ്യ് തടവിയിട്ട് ഈ ബാറ്റർ ഒഴിച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റോളം ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി അതില്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പലഹാരം തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.